ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്ക് മിക്സിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ആയിട്ട് പരത്തിയെടുക്കാം ഇത്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അരപ്പുമായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടി നമുക്ക് ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് വേണമെന്നൊന്ന് നോക്കണം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം.
കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ സൈഡെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ഇടുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് ഒരേന്ന് ഇതിലേക്ക് ഇട്ട് മൊരിയിച്ചെടുക്കാം. അതിൻ്റെ പുറത്തോട്ട് ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതിനൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.